ക്യാൻസർ എന്ന രോഗത്തെക്കാൾ കൂടുതൽ അപകടകാരി ആ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള അറിവുകളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ പല പ്രാവശ്യം ക്യാൻസറുമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ക്യാൻസർ വന്ന് അതിനെ ചികിത്സിച്ച് മാറി. അച്ഛൻ പല പ്രാവശ്യം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. നമുക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത്ത് തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൂടുതൽ ആക്റ്റീവായി, കൂടുതൽ സന്തോഷത്തോടെ, കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. ആ അമ്മയാണ് എന്നെ സംബന്ധിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയോടെ, വളരെ വലിയൊരു ഇൻസ്പിറേഷനായി ഞാൻ നോക്കിക്കാണുന്നത്, വലിയൊരു മാതൃകയായി, ഒരു ഉദാഹരണമായി ഞാൻ നോക്കിക്കാണുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അപ്പോൾ ഈ അമ്മയുടെ കാര്യത്തിൽ കൃത്യമായ സമയത്ത് അത് കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് അമ്മയ്ക്ക് ഈ രോഗത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ സഹായിച്ച വലിയൊരു ഘടകം. ഒന്ന്, നമുക്ക് സമയത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു ആധുനിക സൗകര്യങ്ങൾക്കനുസരിച്ച് നമുക്കിത് വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ വരെ ഇപ്പോൾ ഉണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജീവിതശൈലിയിൽ വരുത്താവുന്ന നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇന്നിപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഇത്തരം ആരോഗ്യം ആനന്ദം എന്ന് പറയുന്ന പദ്ധതികളുടെ ഒക്കെ പ്രസക്തി അവിടെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഗുഡ്വിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനവും സന്തോഷവുമുണ്ട്. എൻ്റെ പരിപൂർണമായ ആത്മാർത്ഥമായ സേവനം ഈ ഒരു കോസിനു വേണ്ടി ഞാൻ 100% ആത്മാർത്ഥതയോടെ പ്രോമിസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവുമുള്ള ജീവിതം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു.